നേരെ വീട്ടിലേക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹം ഈ കാര്യം ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. നമുക്ക് ചോദിച്ചിട്ട് ഇപ്പോൾ നോക്കേണ്ടി വരും. സാർ, ഈ 1,21,00,000 രൂപ വീട്ടിൽ ഇങ്ങനെ പണമായി സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും രേഖകൾ ആ എങ്കിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ നോക്കാം. ഇപ്പോൾ മോഷണം കേസല്ലേ. വി ആർ ട്രൈങ് ടു ക്യാച്ച് ദ അക്യൂസ് ഫസ്റ്റ്. സോറി, അല്ല, അങ്ങനെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാരണം വളരെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് ഈ കാര്യം ആണ് ഈ പ്രതിയിലേക്ക് വന്നത്. നമ്മുടെ അന്വേഷണം ടീം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം CCTV ക്യാമറ, CDR, ടവർ ഡം, ഇത് ട്രഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ അതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ പ്രതിയിലേക്ക് ഞങ്ങൾ എത്തിയത്. സോ അന്വേഷണം ടീം അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ദറ്റ് ഹി ഈസ് ട്രൈങ് ടു ഡൈവേർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല. അന്വേഷണം സംഘമിൻ്റെ എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വന്ന വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഈ വീട് ഉണ്ടല്ലോ, സോ അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ പുറകിലാണ്. ആ ഭാഗത്തേക്ക് ഡോഗ് പോയി. പിന്നെ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്ക് അവിടെ തന്നെ തുടങ്ങി. സോ അത് നമുക്ക് ചിലപ്പോൾ ഇയാൾ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ട്രാക്കിലേക്ക് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പരാതിയാണ് കിട്ടിയത്. സോ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഡോഗ് അത്ര ധാരണ ഉണ്ടാവില്ല. സോ ആ ആംഗിൾ കൂടിയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അദ്ദേഹം കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്. വീട്ടിൽ പോയ ശേഷമാണോ കത്തിച്ചത്? അതെ, യെസ്. ഈ 1,02,00,000 അഷ്റഫിന്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ച തുകയാണോ? അതെ, യെസ്. കീച്ചേരി മോഷണത്തിലെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? കീച്ചേരി മോഷണമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഫർദർ ഇയാൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, കാരണം 1 വർഷം ഏകദേശം ആയിട്ടുണ്ട്. സോ മേ ബി എന്തെങ്കിലും ആണെങ്കിൽ ഈ റിക്കവറി ഇത് പാടെ തന്നെ ആയിരിക്കും 1 വർഷം ആയതുകൊണ്ട്. പക്ഷേ ഇയാൾക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞങ്ങൾ ഫർദർ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ട് നോക്കാം. അത് അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഈ പ്രതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ട് മാച്ച് ചെയ്തിട്ട് നോക്കി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട്. സോറി, അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇയാൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കും. ഒരു ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നോക്കും. കാരണം ഇയാൾ മറ്റു കേസുകളിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയാണ്. നമ്മൾ ഈ അന്വേഷണമൊക്കെ നടത്തുമ്പോൾ ഈ വീട് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നോ ഇതിന് ശേഷം? നാട്ടിലുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തെ ഇയാൾ വിളിച്ചു ബന്ധപ്പെട്ടു എന്നും പ്രതിയെ കിട്ടിയോ എന്ന് ഇയാൾ അന്വേഷിച്ചതായിട്ടുള്ള ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും അതുപോലെ കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തിട്ടല്ലേ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തത്? അല്ല, അത് നമുക്ക് ഇപ്പോൾ അത് അണ്ടർ പ്രോസസ്സിംഗ് ആണ്. ആ ഫിംഗർ പ്രിന്റ്, ഈ പ്രതിന്റെ ഫിംഗർ പ്രിന്റ് മാച്ചിങ് പ്രോസസ്സിംഗ് ആണ്, അണ്ടർ പ്രോസസ്സിംഗ് ആണ്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം എടുത്ത ഫിംഗർ പ്രിന്റ് ആണോ മാച്ച് ആയത്? അതെ, യെസ്. സംസ്ഥാനത്ത് ആദ്യത്തെ കേസാന്ന് പറയാൻ പറ്റും. ഇത്രയും തുകയും പണവും വീട് കുത്തി തുറന്ന് നടത്തി സംസ്ഥാനത്ത് ആദ്യത്തെ എന്ന് പറയാൻ പറ്റും. ഏറ്റവും വലിയ ഒരു കവർച്ച ആണ് ഉള്ളത്. പക്ഷേ അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കണ്ണൂർ സിറ്റി പോലീസിന്റെ ഏറ്റവും വലിയ സക്സസ് കൂടിയാണ് ഉള്ളത്. വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗോൾഡും മണിയും കൂടെ ചേർന്നു. ഇത്രയും ഗോൾഡ് പോയതുണ്ടാവും. അത് ഇത്രയും എമൗണ്ടും കൂടെ പോയത് ഇത് ഫസ്റ്റായിരുന്നു. ക്ലിയർ പിക്ചർ നമുക്ക് ആദ്യം കിട്ടിയിട്ടില്ല. CCTV ഞങ്ങൾ ശേഖരിച്ചിട്ട് ഒരു നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം
100 ഏകദേശം 100 CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്തു. അതിൻ്റെ പരിശോധന ചെയ്യാൻ വേണ്ടി ഒരു 24/7 നമുക്ക് ഒരു ആൾ അവിടെ ഇരിക്കണം. ഒരു CCTV ഫുട്ടേജിൽ ഒരു ആൾ ഇരിക്കണം. കംപ്ലീറ്റ് വെരിഫിക്കേഷൻ നടക്കണം. സോ ആ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 4 days കഴിഞ്ഞിട്ടാണ് സാർ FIR നമുക്കൊരു ചലഞ്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ FIR നമുക്ക് ലഭിച്ചത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. സോ അതും ഞാൻ പറഞ്ഞ പ്രകാരം ഡോഗൊക്കെ ഒരു സ്മെല്ല് കിട്ടാതെ ഒരു ഇത് ആയിരിക്കും. ആ കാര്യം ആ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 11 ദിവസത്തിനുള്ളിൽ പോലീസിന് ഇത് പിടിക്കാൻ പറ്റുന്നത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഈ നമ്മുടെ ടീം വളരെ നന്നായിട്ടാണ് വർക്ക് ചെയ്തത്. 24/7 വർക്ക് ചെയ്തിട്ട് ഒരു ഈ കുറേ എഫേർട്ട് എടുത്തിട്ട് ഈ കേസാണ് പിടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഈ കേസിന് കൂടെ തന്നെ മറ്റ് കേസുകൾ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രതി നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ അതൊരു വലിയ സക്സസ് ആണ്. പ്രോപ്പർട്ടി ഏറ്റവും വലിയ കാര്യം പ്രോപ്പർട്ടി മുഴുവൻ 100% നമുക്ക് റിക്കവറി ആണ്. കാരണം ക്യാഷ് അധികമായതുകൊണ്ട് ചിലപ്പോൾ കൗണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവില്ല. ഈ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷണം ഇനി ഉണ്ടാവുമോ? ഇപ്പോൾ ഞങ്ങൾ മോഷണം കേസ് അന്വേഷിക്കുന്നു.